ഇന്നിതാ നമ്മൾ നല്ല ചിക്കൻ ചുക്കയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി, അതുപോലെ കുറച്ചധികം വെളുത്തുള്ളി, പിന്നെ ഒരു 2-3 പച്ചമുളക്, പിന്നെ തക്കാളി. ഞാനൊരു 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. അതൊന്ന് അരച്ചെടുത്ത ശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാനൊരു 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത് മുളക് പൊടി, അതുപോലെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു സ്പൂണ് പെരിഞ്ജീരകം കേട്ടോ, പിന്നെ കുറച്ച് ചിക്കൻ മസാല, ഒരു സ്പൂണോളം ചിക്കൻ മസാല, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ, നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ഈ മസാലയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഉപ്പും, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കണം. അതൊന്നായി വരുമ്പോഴത്തേനും ഇതാ നമ്മളുടെ സവോളയിൽ നല്ലോണം കനം കുറച്ച് എരിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് പുരട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കൂലേ, അതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പും കൂടെ പുരട്ടി മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അങ്ങനെ അത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു പാനിൽ കുറച്ച് പെരുംജീരകം പൊട്ടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ഇങ്ങനെ മേലേക്ക് തെളിഞ്ഞ് വരില്ലേ, തിളച്ച് എണ്ണ മേലേക്ക് തെളിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സവോള വറുത്തെടുക്കലാണ് ഇതിലത്തെ ഒരു മെയിൻ പണി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പണികളൊക്കെ എളുപ്പമാണ്. അപ്പോൾ കുറച്ചധികം സവോള ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതൊന്നായി വരുമ്പോഴത്തേനും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയാണ്. ആ സവോള വറുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നല്ല എളുപ്പമാണ്. ചോറിനും നെയ്ച്ചോറിനും പത്തിരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും അടിപൊളിയാണ്.